ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള പാടത്താണ് കേട്ടോ. ഭംഗി എന്ന് വെച്ചാലും പോരാ, പ്രകൃതി ഭംഗി എന്ന് വെച്ചാൽ ഇതാണ്. കണ്ടില്ലേ നിങ്ങൾ? അത്രയ്ക്കൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അമ്പലം, കാവ്, കുളം, എന്താ പറയുക ഞങ്ങളോട് ഞാൻ, അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ബാക്കിലൊക്കെ വാഴത്തോപ്പാണ്. എന്തെന്നാ ഭംഗി എന്നാണ് പറയണത്. ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാണണ്ട നിങ്ങൾക്ക്. ഇനി നമുക്ക് ആ കുളമൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. കുളത്തിൽ കുളിക്കണം എന്ന് പറഞ്ഞിട്ടേ, കുട്ടികൾക്ക് ഇവിടെ വരുമ്പോഴല്ലേ കുളത്തിലൊക്കെ ഒന്ന് കുളിക്കാൻ പറ്റും. അപ്പോൾ കുളം ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുളം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ കുളം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉണ്ട്, എങ്ങനെയുണ്ട് നോക്കി നിങ്ങൾ ഈ കുളം. പടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ. നല്ല എത്ര വെള്ളം, നല്ല വലിയൊരു കുളമാണ്. എല്ലാവരും ഇറങ്ങുകയാണ് കുളിക്കാൻ. ഈ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് എപ്പോഴും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിന് ഒരു മാറ്റവും ഇല്ല. ഏത് വേനൽക്കാലമായാലും ശരി, ഏത് മഴക്കാലമായാലും ശരി, ഇവിടെ തടുത്തിങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഒഴിച്ച് വിടുകയാണ് വെള്ളം. പുഴയിൽ നിന്ന് അടിച്ചു വിടുന്ന വെള്ളമാണ് കേട്ടോ. ഇതങ്ങനെ പോവും. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. ഇവിടെ സ്ത്രീകൾ കുളിക്കണ കടവാണ്, ഇത് പുരുഷന്മാർക്ക് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തോപ്പാണ് കേട്ടോ. ഫുള്ള് വയലാണ്, ഫുള്ള് പാടവും വയലൊക്കെയാണ്. കണ്ടില്ലേ അല്ലേ? അതൊക്കെ നട്ടിന് കോളിഫ്ലവറാണ് കേട്ടോ. ചെറിയ കോളിഫ്ലവർ നട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ വന്നത് കോളിഫ്ലവറൊക്കെ. ഞാൻ 2 ദിവസമായിരുന്നു. മണിയുടെ കൽവിളക്കിൽ തിരി തെളിയിക്കുകയാണ്. അവിടെ വിളക്ക് വയ്ക്കുകയാണ് അമ്പലത്തിൽ. മുന്നിൽ കൂടെയൊക്കെ മരങ്ങളാട്ടോ, കവുങ്ങ്, തെങ്ങ് അങ്ങനെയുണ്ട്. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഭാഗമാണ്. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. ഫുള്ള് കൃഷിയാണ് കേട്ടോ. തോട്ടം, തൊടി, പച്ചക്കറി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എല്ലാം ഉണ്ട്. സൂപ്പറായിട്ടുള്ളൊരു എന്താ എങ്ങനെ ഇപ്പം നോക്കി ഞാൻ പറഞ്ഞു തരാം. അത്രയ്ക്ക് നല്ലൊരു നാടാണ് ഞങ്ങൾ. പ്രകൃതി ഭംഗി കൊണ്ട് സൂപ്പറാണ് കേട്ടോ. തോടും കുളങ്ങളും കാവും എല്ലാം ഉണ്ട്. ഇപ്പോൾ വാഴയൊക്കെ കണ്ടില്ലേ. ആർക്കായാലും ഈ നാട്ടിൽ വന്ന് ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹം ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ കാര്യം കേട്ടോ. എനിക്കും ഇവിടെ വന്ന് ഒരു വീടൊക്കെ വെച്ച് ജീവിക്കണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹങ്ങൾ. ഇത് പ്രകൃതി ഭംഗി കൊണ്ടൊരു സുന്ദര ലോകം. അതാണ് ഞങ്ങളുടെ നാട് കണ്ടത്. ആ ലാസ്റ്റിലൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ കേട്ടോ. നിങ്ങൾക്ക് കാണും. എനിക്കിവിടെ കുറച്ച് സൂര്യാസ്തമയം ആയതുകൊണ്ട് കുറച്ച് മങ്ങലുണ്ട്. അവിടെ കാണുന്നതൊക്കെ, ആ മലയൊക്കെ കാണുന്നതൊക്കെ ഒക്കെ മലയാണ് കേട്ടോ. നല്ല വലിയ മലയാണ്, സൂപ്പറാണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നന്നായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു നാടാണ് കേട്ടോ. അല്ലേ, എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ വർണ്ണിക്കുക ഞാൻ. നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ ശരിയാണ് തണുപ്പാണ് ഇവിടെ ഇപ്പോൾ. നമ്മളെ ധനുമാസമല്ലേ, തിരുവാതിരയൊക്കെ വരുന്ന സമയമല്ലേ, തണുപ്പ് കൂടുതലല്ലേ ഉള്ളൂ. അത് അവിടേക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചിറക്കി പറ്റില്ല. അവിടേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അവിടെ മയിലൊക്കെ നിൽക്കുന്നുണ്ട്. നിറയെ മൈദ ഉണ്ടല്ലേ.
ആ നെല്ല് തിന്നുകൊണ്ട് നിൽക്കണൊക്കെ മയിലാണ് കണ്ടില്ലേ. ഇത്രയും വ്യൂ ഒക്കെ എൻ്റെ മൊബൈലിൽ കിട്ടണുള്ളൂ. നിറയെ മയിലോള് എല്ലാം കൊണ്ടൊരു സുന്ദരമായ നാടാണിത്. കുട്ടികൾ കണ്ടോ നല്ല എൻജോയ് ചെയ്യണം കേട്ടോ. അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ. എല്ലാവരും വന്ന് കുളിച്ച് എല്ലാം സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം. നല്ല വെള്ളമാണ്, ഒഴുകണ വെള്ളമാണ്. അങ്ങനെ സൂര്യാസ്തമയം, സൂര്യ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ 5:30-6 മണി ആവാറായിട്ടുണ്ടാവും കേട്ടോ. നെൽപ്പാടങ്ങളായതുകൊണ്ട് നിറയെ തത്തമ്മയൊക്കെ ഉണ്ട് കേട്ടോ, നെല്ല് തിന്നാൻ വേണ്ടിയിട്ട്. ഇതല്ല നെല്ലിൻ്റെ കതിര് കാണാല്ലേ നിങ്ങൾക്ക്. നെൽപ്പാടമായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. എന്ത് ഭംഗിയെന്നപ്പോൾ ഞങ്ങളോട് ഈ പറയാം. പിന്നെയും ഞാൻ എൻ്റെ നാടിനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കരുതേ. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് വന്ന് എടുക്കണം. ഞാൻ അങ്ങോട്ട് പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റണില്ല. ഒറ്റയ്ക്ക് പോകാനൊരു പേടി. അത്രയുള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ നാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കാണിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം. പിന്നെ ഈ നെല്ലൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇതോടെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. താങ്ക് യു.